ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ഈവനിങ് ടു തൊട്ട് നൈറ്റ് വരെയുള്ളൊരു വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും മഞ്ചേരിയിൽ നിന്ന് വന്ന് കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ പോന്നപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം തന്നെ ഞാൻ ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ, അതാണ് അവിടെ ലൈറ്റ് ഇല്ലാത്തത്. അപ്പോൾ ഞാൻ മസാല ദോശ പാർസലായിട്ട് വാങ്ങിയിരുന്നു. ഞാനും ഇന്ന് ഇമ്മമ്മി മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 മസാല ദോശ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായ കുടിക്കുകയാണ്. അപ്പോൾ നല്ല ടയേർഡായിരുന്നു കേട്ടോ, കാരണം ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന് മഞ്ചേരിയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാൻ ആദ്യം പോയത് ഫ്യൂച്ചർക്കാണ് പ്രിന്റ് എടുക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പ്രിന്റ് എടുത്തതാണ് ഇത് ലാറോസ എന്നുള്ള കവറിലുള്ളത് കേട്ടോ. അപ്പോൾ പ്രിന്റ് എടുത്താൽ തന്നെ നമുക്ക് ഇങ്ങനെ റോൾ ചെയ്തിട്ടാണ് കിട്ടുക. അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, അങ്ങനെ റോൾ ചെയ്ത് പ്രിന്റ് കിട്ടിയാൽ പിന്നെ നമുക്കത് ഒന്നെങ്കിൽ നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ബെഡിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ട് അത് നിവർത്തി വെക്കണം. അത് കിട്ടിയതിന് ശേഷം നമുക്കത് കട്ട് ചെയ്യാനും ഫ്രെയിം ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നെയിൽ സ്ലിപ്പ് ആണെങ്കിൽ അത് കട്ട് ചെയ്യാനൊക്കെ വൃത്തിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് എങ്ങനെ പ്രിന്റ് എടുത്താലും അവരത് റോൾ ചെയ്തിട്ടാണ് തരിക. പിന്നെ നമുക്കിങ്ങനെ ഷീറ്റ് പോലെ പിടിച്ചിട്ട് വരാനും ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഈ സാധനം. ഇനി ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനത് നോട്ട്ബുക്കിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ A3 ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് 2 ബുക്കിൻ്റെ ഉള്ളിലേ വെക്കാൻ പറ്റുള്ളൂ. ഞാൻ അല്ലെങ്കിൽ വലിയൊരു ഡയറി ഉണ്ട്, അതിലാണ് വെക്കില്ല. അപ്പോൾ ഇന്ന് എനിക്ക് ആ ബുക്കൊക്കെ കിട്ടി, അതുകൊണ്ട് ഞാൻ അതിൽ വെച്ചു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 2 ഫ്രെയിം ആട്ടോ. ഈ ഒരു ഫ്രെയിം ഞാൻ ഇന്നലെ ചെയ്തിരുന്നു, പക്ഷേ ഫ്രെയിമിൻ്റെ ബോർഡർ വലുതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് പോയിട്ട് ആ ഫ്രെയിം മാറ്റി വേറെ ഫ്രെയിം എടുത്തു. അതാണ് ഇത് നമുക്ക് നാളെ രാവിലെ കൊടുക്കാനുള്ളതാണ്. അതേപോലെ തന്നെ വേറൊരു ഫ്രെയിമും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ ഇന്നലെ ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ അത് ഗിഫ്റ്റ് പേപ്പർ വെച്ച് പൊതിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇന്ന് ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ പൊതിഞ്ഞത്. കാരണം ഇത് കൊണ്ടുപോകാനുള്ള കസ്റ്റമർ ഇപ്പോൾ വരും. അപ്പോൾ ഞാൻ പൂർണ്ണ വഴിക്ക് ഇങ്ങനെ ഒരു വന്നാൽ അത് അവർക്ക് കൊടുക്കണമല്ലോ, അതുകൊണ്ട് ഞാനത് ഷോപ്പിൽ നിന്ന് തന്നെ പൊതിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ 2 ഫ്രെയിമും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിന്ന് കൂടുതലും ചെയ്യാനുള്ളത് നെയിൽ സ്ലിപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ പോരുന്ന വഴിക്ക് തന്നെ ഞങ്ങളെ പള്ളിപ്പടിയുള്ള വൈബിലൊന്ന് കയറിയിരുന്നു കേട്ടോ, ഫാൻസിൽ. ഞാൻ എന്തോ ഒരു പിന്നും മട്ടുസൂചി വാങ്ങാൻ വേണ്ടി കയറിയതായിരുന്നു. പക്ഷേ കയറി ഞാൻ സാധനങ്ങളൊക്കെ നോക്കി ബില്ലടിച്ചപ്പോൾ 400 സംതിങ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ബില്ല്. ഞാൻ ഈ ഒരു റേറ്റിനുള്ളത് എന്താ വാങ്ങിയത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കാര്യമായിട്ട് വാങ്ങിയത് പ്രൈമർ, ഈ ഒരു കോമ്പാക്റ്റ്, ആ ഒരു 2 സാധനം ഞാൻ എക്സ്ട്രാ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നെയിൽ സ്ലിപ്പ് അവിടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധനം നോക്കാം. എനിക്ക് നാളെ പെരിന്തൽമണ്ണ വരെ പോകാനുണ്ട്. അപ്പോൾ അതിന് അർജൻറ്റായിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ ഈ ഒരു മുട്ടുസൂചി. ഞാൻ റോൾ ചെയ്തതിലില്ല ഷാൾ, നാളെ ഒന്ന് റോൾ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനാണ് ഞാൻ ആ ഒരു 2 സാധനം വാങ്ങാൻ വേണ്ടി കയറിയപ്പോൾ പിന്നെ ഞാനൊരു കോമ്പാക്റ്റും അതുപോലെ തന്നെ പ്രൈമറും. ഞാൻ അധികം കോസ്മെറ്റിക്സ് ഒന്നും യൂസ് ചെയ്യാറില്ല, പക്ഷെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണുമ്പോഴോ കേൾക്കുമ്പോഴൊക്കെ എനിക്കത് വാങ്ങണം തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പ്രൈമറും അതുപോലെ തന്നെ ഒരു ഡാസ്ലിയറിൻ്റെ ഒരു കോമ്പാക്റ്റും വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു പ്രൈമറിനാണ് കേട്ടോ നമുക്ക് റേറ്റ് കൂടിയത്. ഇതിൽ 119 ഉണ്ട്. അപ്പോൾ ആ ഒരു സാധനം വാങ്ങിയതുകൊണ്ടാണ് അത്ര ബില്ല് വന്നത്. പിന്നെ ഈ ഒരു കോമ്പാക്റ്റും അതും കുഴപ്പമില്ലാത്തൊരു 100ൻ്റെ അടുത്തൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനൊരു അൽമിയറും വാങ്ങിയിരുന്നു കേട്ടോ. അത് വാട്ടർ പ്രൂഫാണ്. എൻ്റെ അടുത്ത് സ്റ്റോക്കുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ ആയിട്ടുണ്ട് ഇങ്ങനത്തെ ഒക്കെ വാങ്ങിയിട്ട്. അപ്പോൾ പെരുന്നാൾക്ക് ഞാനിങ്ങനെ അൽമിയറൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ അത് വാട്ടർ പ്രൂഫാണ് കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കമ്മൽ നോക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റഡ് നോക്കിയപ്പോൾ ഈ ഒരു 2 കമ്മൽ കുഴപ്പമില്ല തോന്നി. അപ്പോൾ ഞാൻ ഈ ഒരു 2 സ്റ്റഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ടിക്ടോക്കിൻ്റെ ഒരു ബോർഡും കൂടെ വാങ്ങിയിട്ടു. അത് എന്തായാലും ഒരു സെറ്റിന് 10 രൂപയാണ്. അപ്പോൾ ഈ ഒരു ബോർഡർ അവിടെ ഉണ്ടായിരുന്നു ചെറുത്. അപ്പോൾ ഞാൻ ഈ ഒരു ബോർഡ് ഇങ്ങനെ തന്നെ എടുത്തു കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനിതൊന്നും യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ നാളെ എങ്ങാനും എനിക്ക് ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പിന്നെ ക്ലിപ്പ് പിന്നെ അനിയത്തിയൊക്കെ അല്ലാതെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓൾക്കും കൊടുക്കാമല്ലോ, ഓളത് യൂസ് ചെയ്തോളൂ. ഞാനിതൊന്നും വല്ലാതെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ വാങ്ങിയത് പറഞ്ഞാൽ ഒരു നെയിലിൻ്റെ കട്ടറാണ് കേട്ടോ. അപ്പോൾ ചെറുതാണ് എനിക്കിഷ്ടം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് നഖം വെട്ടണേ ഇഷ്ടമല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ വലുത് എനിക്ക് കാണുന്നത് തന്നെ എന്തോ ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, അത് കണ്ടപ്പോൾ അതും വാങ്ങി. അപ്പോൾ ഞാൻ ടോട്ടലി ഈ ഒരു സാധനം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഇത്ര വാങ്ങിയപ്പോൾ തന്നെ കേട്ടോ നമ്മുടെ ബില്ല് ഇത്ര ആയത്, 450 ആയിട്ടുണ്ട്. സാധാരണ ആ പ്രൈമറും ആ ഒരു സാധനം വാങ്ങിയോണ്ടാണ് ഇത്ര വന്നത്. അപ്പോൾ ഇനി ഞാൻ ഇതെല്ലാം എടുത്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പണി നോക്കണം. അപ്പോൾ ഞാൻ വാങ്ങിക്കന്നെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്ത് വെച്ച ഫ്രെയിംസ്, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് ഗിഫ്റ്റ് പേപ്പർ വെച്ച് പൊതിയാനൊക്കെ ഉണ്ട്.
പിന്നെ ഈ ഒരു ലേഡീസിൻ്റെ സൈഡ് ബാഗ് ഞാൻ ചെയ്തത് തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് ഒരു കസ്റ്റമറിന് കൊടുക്കാനുള്ളതാണ്. ഇത് ഓർഡർ കിട്ടിയതാണ്. അപ്പോൾ ഇത് നാളെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിലവിൽ ചെയ്ത ഫ്രെയിമും ഇതും കൂടെ നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാനുണ്ട്. അപ്പം ഞാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ ബെഡിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ, ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടും വീഡിയോസ് എടുക്കാനൊക്കെ. അപ്പോൾ ഞാനിത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം എടുത്തതിന് ശേഷം ഞാൻ അതൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടോ. പിന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ ഫോണൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടോ. അതിന് ശേഷം നമുക്ക് കുറച്ച് നെയിൽ സ്ലിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇനി നെക്സ്റ്റ് പണി അതാണ്. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമ്മൾ നേരത്തെ ഫോട്ടോസും വീഡിയോസും എടുത്തത് ഒന്ന് പാക്കും കൂടെ ചെയ്ത് വെക്കാം, എന്നാൽ പിന്നെ അത് കവറിലിട്ട് വെക്കാമല്ലോ. അപ്പോൾ ഞാനിത് ഗിഫ്റ്റ് പേപ്പർ വെച്ച് പൊതിയാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ബാഗ് പൊതിയാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പൊതിയുന്നത്. ഇതിന് ബോക്സും കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ സാധനത്തിനും ബോക്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നല്ല കോസ്റ്റ് ആവും. പിന്നെ നമ്മളങ്ങനെ പൊതിഞ്ഞ് കൊടുക്കുന്നതിന് തന്നെ എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഞാൻ അതുവരെ വാങ്ങലില്ല. വാങ്ങണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. പിന്നെ പെർമനൻ്റ് ആയിട്ട് പറഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ നമ്മൾ ഗിഫ്റ്റ് പേപ്പറിന് ഒരു എക്സ്ട്രാ 20 അല്ലെങ്കിൽ 10 രൂപയൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ എനിക്കത് ഭയങ്കര ചടപ്പായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ ഗിഫ്റ്റ് പേപ്പറിൻ്റെ ക്യാഷ് ഞാൻ ഇതുവരെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ഇനി മുതൽ വാങ്ങാൻ തോന്നട്ടെ. അപ്പം ഞാൻ ഇത് പൊതിയാണ് കേട്ടോ. അങ്ങനെ ഇത് പൊതിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഫ്രെയിമും കൂടെ പൊതിയാനുണ്ട്. അപ്പം ഇനി അത് ഈ ബാഗ് ഇങ്ങനെ തന്നെ പൊതിഞ്ഞിട്ട് നമുക്ക് കൊടുത്താൽ മതി, ബോക്സിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഫ്രെയിമും കൂടെ പൊതിയാനുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രെയിം പൊതിയാൻ വേണ്ടിയിട്ട് ഞാനെടുത്ത ഒരു പേപ്പർ ഈ ഒരു ടൈപ്പാണ് കേട്ടോ, മറ്റേ ടൈപ്പല്ല. ഇത് കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ കൂടിയത് തന്നെയാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇതിൻ്റെതൊന്നും കസ്റ്റമറോട് പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ എന്നാലും നമുക്കിങ്ങനെ പൊതിയാതെ കൊടുക്കുക എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ എല്ലാ ഫ്രെയിമും എന്ത് ഓർഡർ കിട്ടിയാലും അത് ഞാൻ പൊതിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ കൊടുക്കുക. ഞാൻ ഗിഫ്റ്റ് പേപ്പർ ഇങ്ങനെ സ്റ്റോക്കായിട്ട് വാങ്ങി വെച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വർക്ക് എന്താണെന്ന് വെച്ചാൽ നെയിൽ സ്ലിപ്പ് കുറേ കട്ട് ചെയ്യാനുണ്ട്. ഇതാണ് കേട്ടോ ഏറ്റവും ടാസ്ക്. കാരണം നമ്മൾ കുറഞ്ഞ റേറ്റിൽ കൊടുക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ എഡിറ്റിങ്ങും പിന്നെ ഇതിൻ്റെ കട്ടിങ്ങും എല്ലാം കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വേണം കേട്ടോ. ഇനി ഞാൻ ഒരുപാട് സമയമാവും കേട്ടോ ഇത് കഴിഞ്ഞ് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അതെല്ലാം കട്ട് ചെയ്തിട്ട് ഓരോന്നും ഓരോ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഫോട്ടോസും എടുക്കണം. വീഡിയോസൊന്നും ഞാൻ എടുക്കുന്നില്ല, കാരണം എല്ലാം കൂടെ നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും കഴിയില്ല. പക്ഷേ കസ്റ്റമർ ചോദിക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു നെയിൽ സ്ലിപ്പിനൊക്കെ വീഡിയോ എടുക്കുക, അത് എഡിറ്റ് ചെയ്യുക, അത് കൊടുക്കുക, അതൊക്കെ നല്ല ടാസ്ക് പിടിച്ച പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാം ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഓരോ കാര്യങ്ങളും എഴുതി വെക്കുന്ന ഒരു നോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോട്ട് എടുത്തിട്ട് ഓർഡർ കസ്റ്റമേഴ്സിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിരുന്നുണ്ട്. നെയിൽ സ്ലിപ്പ് കുറച്ച് ഓർഡർ നമുക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് ഞാൻ ആർക്കൊക്കെ ചെയ്തു, പേയ്മെൻ്റ് ഒന്നും നമുക്കിപ്പോൾ ഒന്നും കിട്ടിയില്ല. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വാങ്ങാറ്. ഇനിയിപ്പോൾ പേയ്മെൻറ്റ് ആദ്യം തന്നാൽ അവർക്കതൊരു ആയോ എന്ന് ചോദിച്ചൊരു ഡിസ്റ്റർബൻസ് ആകും. അപ്പോൾ ഞാൻ വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പേയ്മെൻറ്റ് വാങ്ങാറ്. അപ്പോൾ ഞാൻ വർക്കെല്ലാം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ രഹന വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓളങ്ങനെ കുറേ നേരം വിളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഓൾ വിളിച്ചുകൊണ്ട് എനിക്ക് അധികം ഭാരം തോന്നിയില്ല. കാരണം ആ സമയത്ത് ഞാനങ്ങനെ കട്ടിങ്ങിലും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ഞാൻ പെട്ടെന്ന് കഴിച്ചു. പിന്നെ ഓളോട് ഇങ്ങനെ സംസാരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ ഇന്ന് വലിയ റിസ്ക് ആയിട്ട് തോന്നില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ 7 മണിക്കൊക്കെ ഇരുന്നാൽ 12 മണി 1 മണിക്ക് ആവാറുണ്ട് കേട്ടോ നെയിൽ സ്ലിപ്പിൻ്റെ വർക്ക് കിട്ടിയതിന് ശേഷം. കാരണം അത്രയും സമയം നമുക്ക് ഇതിന് ആവശ്യമുണ്ട്. പിന്നെ ഈ ഒരു സീസണും കൂടി ഇല്ലേ, അതുകൊണ്ടാണ്. പിന്നെ വലിയ പേയ്മെൻറ്റും കാര്യങ്ങളോ പ്രോഫിറ്റോ ഒന്നും ഇതിനില്ല. എന്നാലും നമ്മൾ ചെറിയൊരു സീസണിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വർക്ക് പോലും നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വരുന്നതൊന്നും ഞാൻ ക്യാൻസൽ ചെയ്തിടാറില്ല. അപ്പം ഞാൻ ആ നോട്ട് നോക്കിയിട്ട് ഓരോന്നും അതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെക്കാം കേട്ടോ, കസ്റ്റമേഴ്സിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട്. അപ്പം ഞാൻ എല്ലാം കൂടെ ഇങ്ങനെ ഗിഫ്റ്റ് പേപ്പർ വെച്ച് പൊതിഞ്ഞ് അതിൻ്റെ മേലെ കസ്റ്റമേഴ്സിൻ്റെ നെയിമും പ്ലേസും കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട്. വേറെ ബോക്സും കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കാരണം ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല കോസ്റ്റാണ്. പിന്നെ ഇതിന്മേലൊന്നും ഞങ്ങൾക്ക് വലിയ പ്രോഫിറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പണിക്കൊന്നും ഞാൻ നിന്നിട്ടില്ല. ഞാനിങ്ങനെ ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഞാനൊരു നെയിമും കാര്യങ്ങളൊക്കെ എഴുതിയേക്കാണ്. അപ്പം ഞാൻ ഫോണിൽ നോക്കുന്നുണ്ട് കേട്ടോ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. അപ്പം ഞാനത് നോക്കിയിട്ട് അതൊക്കെ റെഡിയാക്കി വെക്കുകയാണ്.
ഇപ്പോൾ ഏകദേശം നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 12 മണി ആവുന്നേ ഉള്ളൂ കേട്ടോ. സാധാരണ 1 മണിയൊക്കെ ആവലുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഇരുന്നിട്ടുമില്ല കേട്ടോ. 8 മണി 8:30 ഒക്കെ ആയപ്പോഴാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെ രേന വിളിക്കുന്നതുകൊണ്ട് ഞാൻ ഫാസ്റ്റിൽ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ എടുക്കാൻ വെച്ച സാധനമൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇനി എല്ലാം എടുത്ത് വെക്കാനുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ എടുത്ത് വെക്കുന്നത്. എനിക്ക് നാളെ രാവിലെ വീണ്ടും ഇത് എടുക്കേണ്ടി വരും. അപ്പം ഞാൻ എല്ലാം കൂടെ ആ ഒരു ചെയ്തിട്ട് ഞാൻ കവറിൽ വെക്കുകയാണ്. കാരണം എനിക്ക് നാളെ രാവിലെ വീണ്ടും ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ തന്നെ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ കവറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊന്നും ഫുഡൊന്നും കഴിക്കുന്നില്ല കേട്ടോ. കാരണം ഞാൻ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷമാണ് ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അപ്പോൾ ഇനി നമ്മൾ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.